ജബൽപൂരിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. കച്ച്നാർ സിറ്റിയിലുള്ള ഒരു ശിവക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 76 അടി പൊക്കമാണ് ഈ ശിവൻ്റെ പ്രതിമയ്ക്കുള്ളതെന്നാണ് പറയുന്നത്. ഈ ശിവപ്രതിമ വെള്ളശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പുകളെല്ലാം ഊരി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു, അതുകൊണ്ട് കാലൊക്കെ അത്യാവശ്യം നല്ലോണം പൊള്ളുന്നുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമുക്കിതാ ഈ ശിവൻ്റെ പ്രതിമ കാണാൻ പറ്റും. പിന്നെ കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ പ്രതിമയുടെ അടുത്തേക്ക് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിതാ ഈ മണി കാണാൻ പറ്റും. കുറച്ച് പേരൊക്കെ വന്നിട്ട് ഈ മണിയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മോൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ചുറ്റിനും എല്ലാം ഒന്ന് നടന്ന് കാണുകയൊക്കെ ചെയ്തു. കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും കാണുന്നൊരു വണ്ടിയാണിത്. എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നീട് അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടുന്ന് നമ്മൾ ബേദാഘട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോയത്. പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ആളുകൾ വരുന്നൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരുപാട് കടകൾ രണ്ട് സൈഡിലായിട്ടും ഉണ്ട്. ടോയ്സിൻ്റെ കടകളും പല പല സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് ചുറ്റിനും. അങ്ങനെ നമ്മളെ താഴേലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നമുക്ക് നല്ലോണം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് താഴേലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ദാ കാണുന്നൊരു വ്യൂ ആണിത്. നമ്മുടെ നർമ്മദാ നദിയാണ് ഇതിലേക്കൂടെ ഒഴുകുന്നത്. കുറച്ച് ദൂരത്തായിട്ട് ആ നദി നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ നർമ്മദാ നദിയാണ് ഇതിലേക്കൂടെ ഒഴുകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറി വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട കടയിൽ കയറി മാർബിളിൽ പണിഞ്ഞെടുത്ത ഇടികല്ലുകളാണ്. അപ്പോൾ ഭയങ്കര ചെറിയ ഇടികല്ലുകളൊക്കെ കുറേ ഇവിടെ കാണപ്പെട്ട്. അപ്പം വീട്ടിലേക്ക് ഒരു ഇടികല്ല് വാങ്ങാമെന്നും പറഞ്ഞ് കയറിയതാണ്. ഇവിടെ അവർ തന്നെ ചെയ്തു വെച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ചുറ്റിനും നടന്നൊന്ന് കണ്ട ഒരുപാട് സാധനങ്ങൾ അവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പല കടകളിലും അവരവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതായി ഈ ഇടികല്ലാണ് കേട്ടോ എടുത്തത്. ഇടികല്ലൊക്കെ എടുത്ത് നോക്കി നമുക്ക് വേണ്ടുന്ന പല അളവിലുള്ള ഇടികല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതായി ഈ വീശറി എടുത്തു. മോനൊരു വീശറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതെടുത്തു. പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം അവിടെ അടുത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ആ വ്യൂ അടിപൊളിയായിരുന്നു. ഇവിടെ അത്യാവശ്യമുള്ള കാഴ്ചകളെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറേ മലകളും പച്ചപ്പും ഒക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. പിന്നീട് ഇതിലേക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതെല്ലാം കണ്ടിരുന്നതിന് ശേഷം മോൻ ഇറങ്ങി വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഫുഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ അകത്തേക്ക് കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ആയിരുന്നു. വെജിൻ്റെ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ വാപ്പി ഓർഡർ ചെയ്തത് വെജ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതെല്ലാം അവർ കൊണ്ടുവച്ചു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. മോൻ അങ്ങനെ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ കുറച്ച് വീതം കഴിക്കുവാണ്. എല്ലാവരും കുറച്ച് വീതം മിക്സ് ചെയ്തൊക്കെയാണ് കഴിച്ചത്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണമല്ലോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ആണല്ലോ. നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിലും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ കാറിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇതൊരു ആശ്രമമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെയും ചുറ്റി നടന്ന് കണ്ടു. അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ പോയത് ബാലൻസിങ് റോക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ബാലൻസിങ് റോക്ക് ജബൽപൂരിലെ മദൻ മഹൽ കോട്ടയ്ക്ക് സമീപമുള്ളൊരു പ്രത്യേക അത്ഭുതമാണ്. വലിയൊരു പാറ ചെറിയൊരു കല്ലിൻ്റെ മുകളിലായി നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതയായിട്ട് കാണപ്പെടുന്നത്. മനുഷ്യന്മാരായിട്ട് നിർമ്മിച്ചതൊന്നുമല്ല, മുഴുവനായും പ്രകൃതിയുടെ തന്നെ ഒരു സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഒരു
1997 കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഭൂകമ്പ സമയത്ത് പോലും ഈ പാറ ഇങ്ങനെ തന്നെയാണ് നിലനിന്നതെന്ന്. ഈ പാറയ്ക്ക് ഒരു തരത്തിലുള്ളൊരു വ്യത്യാസമോ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വാപ്പിക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക്ബെറിയുടെ ഷോറൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. അങ്ങനെ വാപ്പി ഓരോ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. വാപ്പി ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാനും മോനും അവിടെ ബോറടിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്നത് ഒരാൾ പോസ് ചെയ്യുന്നത് കണ്ടോ, അങ്ങനെ ഫോട്ടോ എടുക്കും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചുമ്മാ വീഡിയോസും എടുക്കുന്നുണ്ട്. അങ്ങനെ വാപ്പി ഇതാ ഇവിടെ ഒരു ഷർട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. വാപ്പി ട്രയൽ ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പോൾ അത് നമ്മളിതാ ബില്ലിങ്ങിന് വേണ്ടി കൊടുത്തു. ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നീട് നമ്മളിതാ ഒരു മാളിലേക്കാണ് പോയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു മാളാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ മാക്സിലും ട്രെൻഡ്സിലും ഒക്കെ കയറി കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങി. അതും അവിടെ ബില്ലിങ്ങിനായിട്ട് കൊടുത്തു. ബില്ലിങ്ങിനായിട്ട് കൊടുത്ത് നമ്മൾ പിന്നീട് അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോയി. അടുത്ത ഷോപ്പിലേക്ക് പോയത് വാപ്പിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ സുഡിയോയിലാണ് വന്നത്. സുഡിയോയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത്, മധ്യപ്രദേശിലൊക്കെ വന്നതല്ലേ, കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങണമല്ലോ. അപ്പം നമ്മളിതാ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു ഷോപ്പിൽ കയറി. നമ്മുടെ ഊബർ ഡ്രൈവർ പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കയറിയത്. നമുക്ക് ഇവിടുത്തെ ഷോപ്പൊന്നും അത്ര അറിയത്തില്ലല്ലോ. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ സ്വീറ്റ്സുകളൊക്കെ കണ്ടു. ഒരുപാട് വെറൈറ്റി, നമ്മളിതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അവിടുന്ന് നമ്മൾ ഇറങ്ങി. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് പോയത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബായ്.